ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഹരയേ നമഃ. ഓം ശ്രീ ശരവണഭവായ നമഃ. വേലും മയിലും സേവലും തുണൈ. നാം കന്ദഷഷ്ടി കവചമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. 92 വരികളാണ് നാം നോക്കിയത്. ഇന്നത്തെ വീഡിയോയിൽ 92ാമത്തെ വരി മുതൽ 106ാമത്തെ വരി വരെ അർത്ഥം നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ ആനന്ദവല്ലി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും ഭഗവത് കൃപയോടുകൂടി ആനന്ദാമൃതം കഥകളിലേക്ക് സുസ്വാഗതം. വീഡിയോ മുഴുവനായും കാണുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദൈവനാമമായെങ്കിലും രേഖപ്പെടുത്തുക. മറ്റു ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വരികൾ നോക്കാം. പിൻകൈ 2 പിന്നവൾ ഇருக்கு, നാവിൽ സരസ്വതി നற்றுணையாக, நாபிக் கமலம் நல்வேல் காக்க, முப்பானாடியை முனைவேல் காக்க, எப்பொழுதும் என எதிர்வேல் காக்க, அடியேன் வசனம் அசைவுள நேரம், கடுகவை வந்து கனகவேல் காக்க, வரும் பகல் தன்னில் வஜ்ரவேல் காக்க, அரை இருள் தன்னில் அணையவேல் காக்க, ஏமத்தில் சாமத்தில் எதிர்வேல் காக்க, தாமதம் நீக்கி சதுர்வேல் காக்க, காக்க காக்க கனகவேல் காக்க, நோக்க நோக்க நொடியில் நோக்க, தாக்க தாக்க தடையற தாக்க, പാർക്ക പാർക്ക പാവം പൊടിപട. 106ാമത്തെ വരി പാവമൊക്കെ തീർത്തു തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിർത്തുന്നത്. നമുക്ക് അർത്ഥം നോക്കുമ്പോൾ ഈ രണ്ട് വരികളായിട്ട് നോക്കാം. പിൻകൈ 2 പിന്നവൾ ഇருக்கு, നാവിൽ സരസ്വതി നற்றுணையாக. എന്താണ് ഇവിടെ പറയുന്നത്? ഒരു വരി കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയതാണ്. കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഇവിടെ എടുത്തു പറയാണ്. പിന്നവൾ മഹാലക്ഷ്മിയാണെന്ന് പറഞ്ഞു. പാൽക്കടല് കടഞ്ഞ സമയത്ത് ലക്ഷ്മി വന്നത് ജ്യേഷ്ഠാലക്ഷ്മി വന്നതിന് ശേഷമാണ്. അതുകൊണ്ടാണ് ലക്ഷ്മിയെ പിന്നവൾ എന്ന് പറയുന്നത്. കൈകളിൽ മഹാലക്ഷ്മി എന്നും വസിക്കണം എന്ന് പറയണ്. എന്ന് വെച്ചാല് എപ്പോഴും സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കാൻ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകണം എന്ന് പറയുകയാണ്. നാവിൽ സരസ്വതി നற்றுണയാക. നற்றுണை എന്ന് പറഞ്ഞാല് നൽ തുണൈ എന്ന വാക്കാണ് ചേരുമ്പോ നற்றுണൈ എന്ന് പറയുന്നത്. നേരത്തെ തന്നെ 2 വരികൾ നോക്കിയതാണ്. പേശിയ വായുധനെ പെരുവേൽ കാക്ക്, ശെപ്പിയ നാവൈ ശെവ്വേൽ കാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വീണ്ടും പറയണ് നാവിൽ സരസ്വതി നற்றுണയാക. നാവില് തുമ്പത്ത് സരസ്വതിയാണ് വസിക്കുക എന്ന് പറയുമല്ലോ. അങ്ങനെ നാവിൻ തുമ്പത്ത് വസിക്കുന്ന സരസ്വതി നമ്മുടെ വാക്കിനെ സംരക്ഷിക്കണം എന്നാണ് പറയണത്. എന്ന് വെച്ചാല് നല്ല വാക്കുകളായി നമ്മുടെ നാവിൽ നിന്ന് വരാൻ. നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ വാക്കുകൾ നല്ലതാണെങ്കിൽ ആളുകൾക്ക് നമ്മളോടൊരു ഇഷ്ടം ഉണ്ടാവും. നമ്മുടെ വാക്കുകൾ ശരിയല്ലെങ്കിൽ, നാം സംസാരിക്കുന്ന രീതി ശരിയല്ലെങ്കിൽ ആളുകൾ നമ്മുടെ അടുത്ത് നിന്ന് അകന്നു പോകും. ആളുകളുമായിട്ട് ഇടപഴകുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ നല്ലതായി വരാന് സരസ്വതി ദേവി കാവലായിരിക്കണം എന്നാണ് പറയുന്നത്. നാവിൽ സരസ്വതി നற்றுണൈ, നല്ല രീതിയിൽ തുണയ്ക്കണം, നല്ല വാക്കുകളായി വരാൻ. നാഭിക് കമലം നൽവേൽ കാക്ക. നമ്മുടെ നാഭി പൊക്കിളുണ്ടല്ലോ, നേവൽ എന്ന് പറയില്ലേ. അമ്മയുടെ വയറ്റില് ഓരോരുത്തരും കുഞ്ഞായി അങ്ങനെ രൂപം പ്രാപിക്കുമ്പോ അമ്മയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന നാഡി ഞരമ്പുകളൊക്കെ ഒന്നിച്ച് ഈ കുഞ്ഞിന്റെ പൊക്കിൾ ഭാഗത്താണല്ലോ വന്ന് ചേർന്ന് അവിടെ നിന്നാണല്ലോ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് ഒക്കെ വ്യാപിക്കുന്നത്. അപ്പോ ആ നാഭി കമലം,
കമലം എന്ന് പറയുന്നത് അത്രയും മൃദുവായ ഒരു സ്ഥലമാണത്. ആ സ്ഥലം ഭഗവാന്റെ നൽവേൽ കാക്ക്, നല്ല വേല് കാക്കണം. മുപ്പാനാടിயை മുനൈവേൽ കാക്ക്. നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും കാരണം 3 എണ്ണമാണ് എന്ന് പറയും. അതായത് വാദം, പിത്തം, കഫം. ഇത് 3 എണ്ണത്തിനെ നിയന്ത്രിക്കാൻ 3 പ്രത്യേക നാഡികൾ ഉണ്ട് എന്ന് പറയുന്നു. അതിനെയാണ് ഇപ്പൊ ഇവിടെ മുപ്പാൽ നാഡി എന്ന് പറഞ്ഞത്. ആ നാഡികളെ ഭഗവാൻ കാത്തുരക്ഷിക്കണം. ഭഗവാന്റെ മുനൈവേൽ കാത്തുരക്ഷിക്കണം എന്നാണ് പറയുന്നത്. മുന എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു കൂർമ്മയുള്ള എന്ന് പറഞ്ഞു. നാഡി പിടിച്ച് നോക്കിയിട്ട് രോഗം നിർണയിക്കുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? അവിടെ നാഡി എന്നുള്ളതിന് എന്താണ് ശരിക്ക് അർത്ഥം? ബ്ലഡ് വെസല് അഥവാ രക്തക്കുഴലിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാല് സാധാരണഗതിക്ക് നാഡി എന്ന് പറയുമ്പോൾ നമ്മുടെ ഞരമ്പുകൾ ഉണ്ടല്ലോ, അതായത് നെർവ് എന്ന് ഇംഗ്ലീഷിൽ പറയില്ലേ, അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും അതിലൊക്കെ എന്തെങ്കിലും ഒരു കേടുകൾ വന്നാല്, ഉദാഹരണത്തിന് ഹൃദയ സംബന്ധമായിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ മസ്തിഷ്ക സംബന്ധമായിട്ട് ബ്രെയിൻ എന്നൊക്കെ പറയില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില വലിയ രോഗങ്ങളൊക്കെ ചിലപ്പോൾ വരുന്ന സമയത്ത് പരിശോധന നടത്തുമ്പോൾ രക്തക്കുഴലില് രക്തം കട്ടയായിട്ടുണ്ട്, രക്തചംക്രമണം അതായത് ബ്ലഡ് സർക്കുലേഷൻ ശരിക്കും നടക്കണില്ല, അവിടെ ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ അങ്ങനെയുള്ള കഷ്ടങ്ങളൊക്കെ സഹിക്കുന്നതായിട്ടൊക്കെ നമുക്കറിയാലോ. ആ ബ്ലോക്കുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കാലത്ത് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ചികിത്സാ സമ്പ്രദായം ഉണ്ടല്ലോ. ഒരു സൂചി പോലെ നേർത്തതായിട്ട് ഒരു സാധനം ബ്ലഡ് വെസലിന്റെ ഉള്ളിലേക്ക്, രക്തക്കുഴലിന്റെ ഉള്ളിലേക്ക് കടത്തിയിട്ട് ഒരു പ്രത്യേക ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ആ ബ്ലോക്കുകളെ മാറ്റിയെടുക്കുകയാണ്. ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ചികിത്സകളൊക്കെ ഉണ്ട്. സ്റ്റെന്റ് ഉപയോഗിച്ചിട്ടും ഈ ബ്ലോക്കുകളെ ഒഴിവാക്കുന്നുണ്ട്. ബാലൻ ദേവരായ സ്വാമികള് ഭഗവാന്റെ വേലുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള അസുഖങ്ങളൊക്കെ മാറ്റാം, ഭഗവാൻ മാറ്റിത്തരണം വേലുകൊണ്ട്. അതുകൊണ്ടാണ് ആ വേലിന് കൂർത്ത മുനയുള്ള വേല് എന്നുള്ള അർത്ഥത്തിൽ മുനൈവേൽ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. എപ്പോഴും എന്നെ എതിർവേൽ കാക്ക്. ഒരാപത്തും എനിക്ക് വരാത്ത രീതിയിൽ എല്ലാ ഇപ്പോഴും, ഇന്ന സമയത്ത് എന്നല്ല, എല്ലാ ഇപ്പോഴും ഭഗവാന്റെ വേല് എന്നെ കാത്തുരക്ഷിക്കണം. എനിക്ക് വല്ല ആപത്തും വരികയാണെങ്കിൽ അതിന്റെ നേരെ അതിനെതിരായിട്ട് ഭഗവാന്റെ വേല് പ്രവർത്തിച്ച് എന്നെ ആ ആപത്തിൽ നിന്ന് രക്ഷിക്കണം എപ്പോഴും. അടിയേൻ വസനം അസൈവുള്ള നേരം കടുകവേ വന്ന് കനകവേൽ കാക്ക്. അടിയേൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്നാണ് പറയണത്. വളരെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ നമ്മൾ നമ്മളെ തന്നെ പറയുമ്പോൾ ഞാൻ എന്ന് പറയില്ല, അടിയൻ എന്നാണ് പറയുക. എന്താണ് അതിന്റെ അർത്ഥം? ഭഗവാൻ വളരെ ഉയർന്ന സ്ഥാനത്തില്, വളരെ ഉന്നതൻ, അദ്ദേഹത്തിന്റെ മുന്നില് നമ്മള് തീരെ ചെറിയ ആളുകൾ. അപ്പൊ പറയണ വളരെ ഭവ്യതയോടുകൂടെ പറയണ അടിയേൻ. വസനം എന്ന് പറഞ്ഞാല് വാക്ക് എന്ന്. അസൈവുള നേരം കടുകവേ വന്ന് കനകവേൽ കാക്ക്. കടുകവേ എന്ന് പറഞ്ഞാല് പെട്ടെന്ന് വന്നിട്ട്, അതായത് എൻ്റെ വാക്കിലെ എന്തെങ്കിലും വല്ല പിഴവും വരികയാണെങ്കിൽ, നേരത്തെ തന്നെ പറഞ്ഞു പേശിയ വായുധനെ പെരുവേൽ കാക്ക് എന്ന് ഒരിക്കൽ പറഞ്ഞു. പിന്നെ ശെപ്പിയ നാവേ ശെവ്വേൽ കാക്ക് എന്ന് പറഞ്ഞു. നാവിൽ സരസ്വതി നട്ടുണയാക എന്ന് പറഞ്ഞു. പോരാണ്ടേ വാക്കിനെ പറ്റി വീണ്ടും പറയണം, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിനെ പറ്റി വീണ്ടും പറയണ്. കാരണം എന്താണ്? ചിലപ്പോൾ അറിയാണ്ട് നമ്മുടെ വായിന്ന് വീഴാൻ പാടാത്ത രീതിയിലുള്ള വാക്കുകൾ ചിലപ്പോൾ വീഴാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് കാലേ കൂട്ടി കണ്ടുകൊണ്ട് സ്വാമികൾ പറയണ്, അങ്ങനെയുള്ള പല പദങ്ങളും ഞാൻ പറയാൻ ഉദ്യമിക്കാൻ പുറപ്പെടുമ്പോ തന്നെ ഭഗവാന്റെ കനകവേൽ കൊണ്ട് അത് തടയണം. കനകം എന്ന് പറഞ്ഞാൽ എന്താണ്? അത്രയും തിളക്കമുള്ളത്, അത്രയും പ്രകാശമുള്ളത്, എല്ലാരെയും ആകർഷിക്കുന്നത്. അപ്പൊ അതുപോലെ തടഞ്ഞിട്ട് നല്ല വാക്കായി അത് വരണം, എല്ലാവരെയും ആകർഷിക്കുന്നത് പോലെ എന്ന് പറയണം. വരും പകൽ തന്നിൽ വജ്രവേൽ കാക്ക്, അരയിരുൾ തന്നിൽ അനയവേൽ കാക്ക്. ഏമത്തിൽ സാമത്തിൽ എതിർവേൽ കാക്ക്.
ബാലദേവരായ സ്വാമികൾ നേരത്തെ തന്നെ പറഞ്ഞു എപ്പോഴും എന്നെ എതിർവേൽ കാക്കെന്ന്. ഇവിടെ വീണ്ടും അതിനെ ഒന്ന് വിശദീകരിച്ച് പറയാണ്. നോക്കൂ, വരും പകൽ തന്നിൽ വജ്രവേൽ കാക്ക്. വരും പകൽ, ഇനി വരാനിരിക്കുന്ന പകല് കാലേ കൂട്ടി തന്നെ പറയാണ്. നാളത്തെ കാര്യമാണ് പറയണത്. ഇന്ന് മാത്രം എന്നെ കാത്തരുളിയാൽ പോരാ, എപ്പോഴും വേണം, നാളെയും വേണം. ഇപ്പൊ വരും പകൽ, പകൽ എന്ന് പറഞ്ഞാൽ സൂര്യോദയം കഴിഞ്ഞ് സൂര്യാസ്തമയം ആകുന്നത് വരെയും നമ്മൾ പകൽ എന്ന് പറയണു ഇല്ലേ. സൂര്യാസ്തമയം കഴിഞ്ഞാലോ പിന്നെ രാത്രിയായി. അരയിരുൾ എന്ന് പറഞ്ഞു, അതെന്താണ്? സന്ധ്യാസമയം. പ്രഭാത സന്ധ്യയുണ്ട്, അതായത് രാത്രി അങ്ങോട്ട് മെല്ലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യൻ ഉദിക്കാൻ പോണേ ഉള്ളൂ, ചെറുതായിട്ട് വെളിച്ചം വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് പ്രഭാത സന്ധ്യ. പിന്നെ സായം സന്ധ്യ എന്താണ്? സൂര്യൻ അസ്തമിക്കാൻ പോവാണ്, അസ്തമിച്ചിട്ടില്ല, കുറച്ച് വെളിച്ചമുണ്ട്, തീരെ ഇരുട്ടായിട്ടില്ല. അപ്പൊ അത് സായം സന്ധ്യ. ഈ പറഞ്ഞ രണ്ട് സന്ധ്യാ നേരങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് അറിയുമല്ലോ. നമ്മള് പ്രഭാത സന്ധ്യ ആകുമ്പോഴേക്കന്നെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായിട്ട് ഭഗവാന്റെ നാമങ്ങളൊക്കെ ചെല്ലണം. അതേമാതിരി സന്ധ്യാസമയത്ത് നമ്മൾ അതുമാതിരി നാമം ചെല്ലും. ഈ സന്ധ്യാസമയങ്ങളില് ഈ നെഗറ്റീവ് എനർജി എന്ന് പറയില്ലേ, അതായത് ഈ പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ടല്ലോ. അപ്പൊ ആ നെഗറ്റീവ് എനർജികളെ പല പേരുകളൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കും. അതൊന്നും നമ്മൾ ഇവിടെ പറയില്ല. പോസിറ്റീവ് എനർജി ഭഗവത് രൂപങ്ങളാണ്, നമുക്ക് അത് മാത്രം പറയാം. അപ്പൊ ആ നെഗറ്റീവ് എനർജിക്ക് ഇത്തിരി ശക്തി വരുന്ന സമയമാണത്രേ ഈ സന്ധ്യാസമയങ്ങൾ. അതുകൊണ്ടാണ് ആ നേരത്ത് നമ്മൾ വിളക്ക് കൊളുത്തി ഭഗവാനെ പ്രാർത്ഥിക്കണം എന്ന് പറയണത്. ഇതൊക്കെ എല്ലാവരും ഒന്ന് പാലിക്കാൻ ശ്രമിച്ചാൽ നന്ന്. കുട്ടികളെയൊക്കെ തീരെ ചെറുതായിരിക്കുമ്പോ തന്നെ കളി തമാശയിൽ കൂടിയിട്ട് ഈ വക കാര്യങ്ങളൊക്കെ അവരെ കൊണ്ടൊന്ന് പരിശീലിപ്പിക്കണം. അപ്പൊ അത് അവരുടെ ജീവിതത്തിൽ അതൊരു ഹാബിറ്റായി മാറും. അപ്പൊ ഇതുപോലെയുള്ള സന്ധ്യാസമയത്തും ഭഗവാന്റെ അനയവേൽ കാക്ക എന്ന് പറഞ്ഞു. വജ്രവേലിന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയണതാണ്, ശക്തിയുള്ള വേലാണത്. എല്ലാ വേലിനും ശക്തിയുണ്ട്. വജ്രം എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് കൂടുതൽ ശക്തി, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. അനയവേലിലേക്ക് വരിക. അനയാന്ന് പറഞ്ഞാല് സംരക്ഷിക്കുക എന്നാണ്. വെറുതെ സംരക്ഷിക്കുകയും മാത്രമല്ല, സൽമാർഗം കാണിച്ചു തരിക, ഗൈഡൻസ് എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ നല്ല മാർഗം കാണിച്ചു തരിക. നോക്കൂ, സന്ധ്യാസമയത്ത് ഭഗവാൻ കാത്തി രക്ഷിച്ച് നമ്മളെ സൽമാർഗത്തിലൂടെ നടത്തണം എന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അങ്ങനെ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഇത്തിരി നേരത്തെ എണീക്കാനും ഈ കാര്യങ്ങൾ, ഭഗവത് കാര്യങ്ങൾ ഇത്തിരി ശ്രദ്ധിക്കാനും, അതുപോലെ സന്ധ്യാസമയത്ത് എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ മനസ്സ് ചെലുത്താണ്ട് ഭഗവാന്റെ കാര്യങ്ങൾ കുറച്ചു നേരത്തേക്കെങ്കിലും ഒന്ന് ചിന്തിക്കാനും ഒക്കെ നമ്മളെ ഈ വേലി സഹായിക്കണം എന്നാ പറയണത്. അപ്പൊ ഈ വക കാര്യങ്ങൾ ഒരൊറ്റ വാക്കില് അവിടെ സ്വാമികൾ പറഞ്ഞു, അനയവേൽ. ഏമത്തിൽ സാമത്തിൽ എന്ന് പറയുമ്പോൾ എല്ലാ സമയത്തും എപ്പോഴും എന്ന അർത്ഥമാണ്. താമദം നീക്കി ചതുർവേൽ കാക്ക്. താമദ നീക്കി എന്ന് പറയുമ്പോൾ, താമദം എന്ന് തമിഴിൽ പറയുമ്പോൾ രണ്ടർത്ഥം എടുക്കാം. തമോ ഗുണം എന്നൊരു അർത്ഥം എടുക്കാം. പിന്നെ വൈകുക, താമസിക്കുക, ലേറ്റ് ആവുക എന്ന രീതിയിൽ ഒരർത്ഥം എടുക്കാം. തമോ ഗുണം എന്ന അർത്ഥം എടുക്കുമ്പോൾ ആ തമോ ഗുണം നീക്കുക. നമ്മുടെ തമോ ഗുണം കാരണം നമുക്ക് എല്ലാറ്റിനും ഒരു ഉന്മേഷക്കുറവ്, ഒരു കൺഫ്യൂഷൻ, എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്തൊരു അവസ്ഥ, ഒരു മടി, ഇതൊക്കെ നീക്കണം എന്നാണ് അവൾ ആവശ്യപ്പെടുന്നത്. ഇനി വൈകാതെ എന്ന അർത്ഥമാണെങ്കിൽ, ഇങ്ങനെ എന്നെ വന്ന് സംരക്ഷിക്കാൻ ഒരിക്കലും താമസിക്കരുത്, ഒരിക്കലും താമസിപ്പിക്കരുത്, അതായത് ലേറ്റ് ആക്കരുത്, പെട്ടെന്ന് വരണം, വേഗത്തിൽ വന്നിട്ട് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന് എന്നെ സംരക്ഷിക്കണം എന്ന് പറയുക. ചതുർവേൽ എന്നാണ് പറഞ്ഞത്. ചതുർ എന്ന് പറഞ്ഞ സംസ്കൃതത്തിൽ എന്താണ് അർത്ഥം? വൈദഗ്ധ്യം എന്ന് മലയാളത്തിൽ പറയുമല്ലോ, സ്കിൽഫുൾ എന്ന് ഇംഗ്ലീഷിൽ പറയുമല്ലോ, അതാണ് ചതുർന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പോൾ അത്രയും വൈദഗ്ധ്യമുള്ള, അത്രയും കപ്പാസിറ്റി ഉള്ള വേല് വന്ന് കാത്തി രക്ഷിക്കണം എന്നാ പറയണം. കാക്ക കാക്ക കനകവേൽ കാക്ക്. നോക്ക് നോക്ക് നൊടിയിനിൽ നോക്ക്. കനകവേൽ വന്ന് സ്വർണവേല്, തിളക്കമുള്ള വേല്, എന്നെ എപ്പോഴും കാക്കണം. പിന്നെയോ
ഞാൻ വിളിക്കുമ്പോഴേക്ക് ഞൊടി എന്ന് പറഞ്ഞാല് ഞൊടിയിട, അതായത് ഒരു സെക്കൻഡിന്റെ എത്രയോ ചെറിയ അംശം, ആ സമയം കൊണ്ട് ഭഗവാൻ എന്നെ നോക്കണം എന്ന്. ഭഗവാൻ നോക്കിയ പിന്നെ നമ്മുടെ കാര്യം എന്തായി? എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി. താക്ക താക്ക തടയറ താക്ക പാർക്ക പാർക്ക പാവം പൊടിപട. താക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അടിക്കുക ഇടിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. തടയാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്തിനെയാണ് തടയേണ്ടത്? തടയറ താക്ക്. തടയറ എന്ന് പറഞ്ഞാൽ എന്താണ്? തടൈ അറ. തടൈ എന്ന് പറഞ്ഞാൽ തടസ്സം, അറ എന്ന് പറഞ്ഞാൽ അറുക്കുക, അതായത് ഇല്ലായ്മ ചെയ്യുക. എന്തെങ്കിലും തടസ്സങ്ങൾ, എൻ്റെ കാര്യങ്ങൾ നടക്കാന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായാല്, അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടാൻ എന്തെങ്കിലും തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ, എന്താ തടസ്സമായി നിൽക്കുക? നമ്മൾ ചെയ്ത കർമ്മങ്ങൾ തന്നെയാണ് നമുക്ക് തടസ്സമായി നിൽക്കുക. അപ്പോ അതിനെയൊക്കെ താക്ക എന്നാ പറയണത്. അതായത് തടയേ, അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യേ ഭഗവാനെ. എന്നിട്ട് ഇവിടുത്തെ 106ാമത്തെ വരിയിൽ പറയണ്, പാർക്ക പാർക്ക പാവം പൊടിപട്. നമ്മുടെ ദുഷ്കർമ്മങ്ങള് പാപങ്ങളായി നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങളായിട്ട് ഓരോ കാര്യങ്ങൾ നേടുന്നതിൽ തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെയൊക്കെ ഭഗവാനെ എന്നെ നോക്കിയിട്ട് ആ പാപങ്ങളെയൊക്കെ ഒന്ന് പൊടി പൊടിയാക്കി കളയേ, എല്ലാ പാപങ്ങളെയും ഇല്ലായ്മ ചെയ്യേ. പാർക്ക് എന്ന് പറഞ്ഞാല് നോക്കിയിട്ട് എന്നർത്ഥം. ഭഗവാന്റെ കരുണാകടാക്ഷം ഉണ്ടായാല് എല്ലാ പാപങ്ങളും നശിച്ചു. അതോടുകൂടി ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി. ഇന്നത്തെ വീഡിയോയിൽ 106 വരികളാണ് നമ്മൾ നോക്കിയത്. അടുത്ത ഭാഗങ്ങൾ തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് നോക്കാം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഭഗവത് കൃപ എല്ലാവർക്കും ഉണ്ടാവട്ടെ. എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും എൻ്റെ പ്രത്യേക നന്ദിയുണ്ട്. ഓം ശരവണഭവായ നമഃ. ഓം ശ്രീ മുരുകാ ശരണം.